എത്രമാത്രം പ്ലാനിങ്ങുകൾക്കൊടുവിലാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നടക്കുക. അതേപോലെ തന്നെ ഒരു വർഷത്തിന് ശേഷം, ഒരു വർഷം നീണ്ട പ്ലാനിങ്ങുകൾക്കൊടുവിൽ ഞങ്ങളിതാ പോവുകയാണ്. ഞാനും നന്ദുട്ടനും മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഇതുപോലൊരു യാത്ര പോണത് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാന്നല്ലേ? ഗുരുവായൂർക്കാണ്. ഏകദേശം ആൾക്കാർക്കൊക്കെ തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഗുരുവായൂരിൽ കുറച്ച് ആൾക്കാരും കൂടി എത്തൂട്ടാ. ആരാന്നറിയണ്ടേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദുബായിലേക്ക് പോയപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും കുട്ടികളും കൂടി ഉണ്ടായിരുന്നല്ലോ. അന്ന് പോയ വീഡിയോസൊക്കെ കാണുന്നവർക്ക്, നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. അപ്പോൾ അവരും കൂടി എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും വഴി കിട്ടിയ നല്ലൊരു ഫ്രണ്ടാണ് തനു. അപ്പോൾ തനുവും കുട്ടികളും കൂടി വരുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് കാണാണ്. ഒരു വർഷത്തിന് ശേഷം എനിക്ക് നല്ലൊരു കൂട്ടുകാരീനെ കിട്ടിയിട്ടോ. കുറച്ച് പേര് മാത്രമേ എനിക്കുള്ളൂ, കയ്യിലെണ്ണാവുന്ന കുറച്ച് കൂട്ടുകാർ മാത്രമേ എനിക്കുള്ളൂ. അതിലൊരാളാണ് തനു. അപ്പോൾ ഞങ്ങളിതാ ഗുരുവായൂർക്ക് പോവുകയാണ്. KSRTCയിലാണ് പോയത് കേട്ടോ. കുറച്ച് ലേറ്റായി ബസ് വരാനായിട്ട്. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് മഴ രാവിലെ ഒന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബസ്സിലിരുന്നപ്പോൾ ചെറുതായിട്ടൊക്കെ ചാറ്റൽ മഴകളൊക്കെ ഉണ്ടായി. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ എത്തിയിട്ടോ. ഞാനും നന്ദുട്ടനും ഗുരുവായൂർ എത്തിയപ്പോൾ അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണുമ്പോൾ തിരക്കില്ല എന്ന് തോന്നും. പക്ഷെ അമ്പലത്തേക്ക് എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒരു ഏകാദശി ദിവസം കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ തനുവിനെ ഇടയ്ക്ക് കോൾ ചെയ്തു എത്തിയോന്ന് വെച്ചിട്ട് അങ്ങനെ അവരെത്തി. ഞങ്ങളിതാ പിന്നെയും കുറേ അവർ കിഴക്കേ നടയിലാണ് എത്തിയത്. ഞങ്ങൾ പടിഞ്ഞാറേ നടയിൽ കൂടെയാണ് പോണത് കേട്ടോ. ഇതാ കണ്ടോ, ഞങ്ങളെ കണ്ട പാട് ആമിക്കുട്ടൻ ഇതാ ഒളിച്ചു നിൽക്കുകയാണ്. നാണം വന്നിട്ട്. ദേവൂസിന് പിന്നെ കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ പരിചയക്കടമൊന്നും തോന്നിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആമിക്കുട്ടനും ഓക്കെ ആയിട്ടാ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം അതാ കണ്ടു. ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ തനുവിൻ്റെ അമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷം ചെല്ലല്ലേ, അപ്പോൾ ഉള്ളിൽ കയറി തൊഴാന്ന് വിചാരിച്ചിട്ടോ. കുറേ വലിയ ക്യൂ ആണ്. അപ്പോൾ അതൊക്കെ നിൽക്കണം. ആ ക്യൂവിൽ നിന്നിട്ട് ഭഗവാനെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ഒരു 8:30 തുടങ്ങിയിട്ടുള്ള ക്യൂ ഞങ്ങൾ കഴിഞ്ഞ് തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും 12 മണിയൊക്കെ ആവാനായി, 12:30 ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടോ, പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് അന്ന് കണ്ട അതേ പരിചയം തന്നെ, അന്ന് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ. അവർ ചടപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ച് കുറച്ചൊന്നൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഞങ്ങൾ പിന്നെ ചെരുപ്പൊക്കെ ഇതേപോലെ പുറത്താണ് കേട്ടോ അയച്ചു വെച്ചത്. പിന്നെ ബാഗുകളൊക്കെ ക്ലോക്ക് റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച് ചോറുണ്ണാന്ന് കേട്ടോ. ചോറുണ്ടിട്ട് ബാക്കി പരിപാടി പിള്ളേർക്ക് കളിക്കണമെങ്കിൽ കളിക്കാം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചു. ഇതുവരെയും വരിയിൽ നിൽക്കലും തൊഴലും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ടാവാം. നല്ല ഫുഡായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് കണ്ട. അങ്ങനെ അവർ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ പോലും കളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇതാ ആമിക്കിട്ടം കണ്ടപ്പോൾ അതിങ്ങിരിക്കുകയാണ്. ആമിക്ക് ഇപ്പോഴും എന്താ വേണ്ടത്, എന്താ വാങ്ങണതെന്ന് തീരുമാനമായിട്ടില്ല കേട്ടോ. അപ്പം അവർ മൂന്നാൾക്കും കൂടി പിന്നെ വെജ് ബിരിയാണിയാണ് വാങ്ങി. ഞങ്ങൾ ചോറും വാങ്ങിയിട്ടാണ്. ആമിക്കാണെങ്കിൽ ഹോട്ടലിൽ കയറിയപ്പോൾ ചിക്കൻ ബിരിയാണി വേണം. അതിനായിരുന്നു കുറേ നേരത്തെ ഇത്. അങ്ങനെ ഒരുവിധം അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ തനുവിൻ്റെ അമ്മയ്ക്ക് കുറേ നടന്നപ്പോൾ വയ്യാതായിട്ടുണ്ട് പാവത്തിന്. അങ്ങനെ ഞങ്ങളിതാ ഇതൊക്കെയാണ് ഇവർ വാങ്ങിയ സാധനങ്ങൾ. ഇത് ഒരെണ്ണത്തിന് 175 രൂപ കേട്ടോ. പലയിടത്തും പല വിലയാണ്. ചിലയിടത്ത് അമ്പലത്തിന് തൊട്ടടുത്തൊക്കെ ചോദിച്ചപ്പോൾ 200 പറഞ്ഞത്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ 170-75 കിട്ടിയിട്ടാ. അങ്ങനെ പിള്ളേർ ഇതാ കുറേ നേരം ഇവിടെ നിന്ന് കളിച്ചു. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ അവിടെ നിന്ന് എണീറ്റിട്ട് പിന്നെ അമ്പലത്തിലേക്ക് തന്നെ പോയി. അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ പോയി. അവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നുകൊണ്ട് സമയം പോയത് അറിഞ്ഞേ ഇല്ല. രാവിലെ ഏത് സമയത്താണ് നമ്മൾ ഇറങ്ങിയത്? വീട്ടിൽ നിന്ന് 5 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഒരു 4 മണി വരെയൊക്കെ ഗുരുവായൂർ ഇരുന്നിട്ട്. അപ്പോൾ ഇനി മതി, വീട്ടിലേക്ക് പോകാനായി എന്ന് പറഞ്ഞപ്പോൾ പിള്ളേരെ മുഖമൊക്കെ വാടി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അത് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ തീരെ പിരിയാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ടായിരുന്നില്ല. മുഖമൊക്കെ ആകെ വാടിയിട്ടുണ്ടായിരുന്നു. നന്നിട്ട് പറഞ്ഞപ്പോൾ
ഇപ്പം തന്നെ പോകണം അമ്മ എന്നൊക്കെ. പക്ഷെ നമുക്ക് ബസ്സൊക്കെ കിട്ടി വീട്ടിലെത്തുമ്പോഴത്തേക്കും നല്ല ലേറ്റ് ആവും. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 6-6:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തിയപ്പോൾ. അപ്പം നന്ദുട്ടൻ പറയാണ് എല്ലാ ശനിയാഴ്ച ഇങ്ങോട്ട് വന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് ഞായറാഴ്ച പോയാലോ, എല്ലാ ശനിയാഴ്ച ഇതേപോലെ വന്നാലോ എന്നൊക്കെ പറയാണ് കേട്ടോ. അവനിങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഉടനെ കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പിരിഞ്ഞു.